നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. നമസ്കാരം. പാകിസ്ഥാൻ അധിനിവേശക് ജമ്മു കാശ്മീരിൽ പ്രത്യേകിച്ച് റാവൽകോട്ടിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്ന സംഭവങ്ങൾ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. പ്രാദേശിക റിപ്പോർട്ടുകളും പ്രതിഷേധിക്കുന്ന സംഘടനകളും പറയുന്നതനുസരിച്ച് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ സുരക്ഷാസേന വെടിവെപ്പ് നടത്തിയെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പ്രതിഷേധക്കാർ നിരവധി പേർ കൊല്ലപ്പെട്ടതായും 15 മുതൽ 20-ലധികം വരെ മരണങ്ങൾ ഉണ്ടായതായും ചില റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നു. എന്നാൽ ഔദ്യോഗിക കണക്കുകൾ പാകിസ്ഥാൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി അല്ലെങ്കിൽ JAC കഴിഞ്ഞ നിരവധി ആഴ്ചകളായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത്. അറസ്റ്റിലായ പ്രവർത്തകരുടെ മോചനം, പ്രതിഷേധക്കാർക്കെതിരായ കേസുകൾ പിൻവലിക്കൽ, രാഷ്ട്രീയമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ. ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ആയിരക്കണക്കിന് ആളുകൾ മുസാഫറാബാദിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സംഭവത്തിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച നിരവധി വീഡിയോകളിൽ റാവൽകോട്ടിലെ സാഹചര്യം അതീവ ഗുരുതരമാണെന്ന് ചിലർ അവകാശപ്പെടുന്നു. ഫേസ്ബുക്ക് വ്ളോഗറായ അഖിൽ ഭായ് ഉൾപ്പെടെയുള്ളവർ തെരുവുകളിൽ മൃതദേഹങ്ങളും പരിക്കേറ്റവരും കിടക്കുന്നതായി ആരോപിക്കുകയും അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയും മനുഷ്യാവകാശ സംഘടനകളുടെയും ഇടപെടൽ ആവശ്യപ്പെടുകയും ചെയ്തു. സംഭവം നടന്നത് പാക് അധിനിവേശ കാശ്മീരിലെ പ്രാദേശിക തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന ദിവസമാണ്. വോട്ടെടുപ്പിനിടെ അക്രമവും ക്രമക്കേട് ആരോപണങ്ങളും ഉയർന്നതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കുറഞ്ഞത് ഒരാൾ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. പ്രതിഷേധക്കാർ പറയുന്നത് തങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് വാങ്ങിയ ആയുധങ്ങൾ കൊണ്ടാണ് തങ്ങളോട് തന്നെ വെടിയുതിർക്കുന്നതെന്നാണ്. പ്രതിഷേധം അടിച്ചമർത്താൻ സുരക്ഷാസേന അമിത ബലപ്രയോഗം നടത്തിയെന്നും അവർ ആരോപിക്കുന്നു. മറുവശത്ത് പാകിസ്ഥാൻ അധികൃതരുടെ ഔദ്യോഗിക പ്രതികരണം പരിമിതമാണ്. ഈ സംഭവത്തിന് പിന്നാലെ ചില പ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ നിയന്ത്രിച്ചതായും റോഡുകളിൽ സുരക്ഷ ശക്തമാക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. അതിനാൽ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ വളരെ പരിമിതമാണെന്നും സ്ഥിതിഗതികൾ പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. റാവൽകോട്ടിലെ സാഹചര്യം ഇപ്പോഴും അതീവ സംഘർഷഭരിതമാണ്. പ്രതിഷേധങ്ങളും രാഷ്ട്രീയ അനിശ്ചിതത്വവും തുടരുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയത്തിന് കൂടുതൽ ശ്രദ്ധ ലഭിക്കുമോ? പാകിസ്ഥാൻ ഭരണകൂടം എങ്ങനെ പ്രതികരിക്കും? പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾക്ക് എന്ത് പരിഹാരമുണ്ടാകും എന്നതാണ് ഇനി ശ്രദ്ധിക്കപ്പെടുന്നത്. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.